ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം കണ്ടിന്യൂറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. സോ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്താണ് എന്ന് പറഞ്ഞ് അത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള മറ്റൊരു തിയറാണ് നമ്മൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത്. തിയറം സേസ് ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ആർ is uniformly continuous on a subset capital A of R, then if sequence xn is a Cauchy sequence in A, sequence f of xn is a Cauchy sequence in R. So f from A to R എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ കോഷി സീക്വൻസുകളുടെ ഇമേജ് എഫിൻ്റെ ഡൊമെയിനിലുള്ള കോഷി സീക്വൻസുകളുടെ ഇമേജും ഒരു കോഷി സീക്വൻസ് ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. സീക്വൻസ് എക്സ് എൻ കോഷി ആണെങ്കിൽ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നും കോഷി സീക്വൻസ് ആണ്. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എ. സോ നമുക്ക് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലൺ എന്ന് പറയുന്നത് വെറും ഒരു പേരാണ്. ഫോർ എനി പോസിറ്റീവ് നമ്പർ we have a natural number say k of epsilon or h of epsilon such that absolute value of xn minus xm will be less than epsilon for all m and n greater than or equal to that particular natural number. അപ്പോൾ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. such that whenever n and m are greater than or equal to that natural number, absolute value of xn minus xm can be made arbitrarily small. നമ്മൾ എടുത്ത പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതാക്കാൻ പറ്റും എന്നാണ് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് പറയുന്നത്. സോ ഇവിടെ സീക്വൻസ് എക്സൻ ഒരു കോഷി സീക്വൻസ് ആണ്. നമ്മൾ എപ്സിലൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോസിറ്റീവ് നമ്പറായിട്ടും എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? എഫ് ഓഫ് എക്സൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ ആർ എന്നാണ്. സോ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, there is some natural number such that whenever n and m are greater than or equal to that natural number, absolute value of f of xn minus f of xm is less than epsilon എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനെ എത്തിക്കണം. സോ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സീക്വൻസ് എക്സൻ കോഷി സീക്വൻസ് ഇൻ എ ആണെന്നും എപ്സിലൺ ഒരു പോസിറ്റീവ് നമ്പർ ആണ് എന്നും നമ്മൾ എടുത്തു. ഇനി എഫ് ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. We are given that f from A to R is a uniformly continuous function. So യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് there is a delta which depends only on epsilon such that whenever x and u are any two elements of the domain satisfying absolute value of x minus u less than delta, then their images satisfy the property absolute value of f of x minus f of u less than epsilon. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? എക്സും യുവും ഡൊമെയിനിലുള്ള രണ്ടാൾക്കാരെ ഡിനോട്ട് ചെയ്യാൻ നമ്മളൊരു പേര് ഉപയോഗിച്ചിരിക്കുകയാണ് എക്സ് യു എന്നൊക്കെ പറയുന്നത്. സോ ഡൊമെയിനിലുള്ള ഡെൽറ്റ ഡിസ്റ്റൻസിനുള്ളിൽ നിൽക്കുന്ന ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും അവരുടെ ഇമേജുകൾ തമ്മിലുള്ള അകലം എപ്സിലണിനേക്കാൾ ചെറുതായിരിക്കും എന്നാണ് ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ വി ഹാവ് ടേക്കൺ ആൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് പ്രോപ്പർട്ടി. ഡൊമെയിനിലുള്ള ഡെൽറ്റ ഡിസ്റ്റൻസിനുള്ളിലുള്ള ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും അവരുടെ ഇമേജുകൾ തമ്മിലുള്ള അകലം ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നൗ നമുക്കറിയാം സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. ഞാൻ കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നേരത്തെ തന്നെ പറഞ്ഞു. ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും സാറ്റിസ്ഫൈയിങ് absolute value of xn minus xm is less than that positive number for every m and n greater than or equal to നമുക്ക് കിട്ടിയ നാച്ചുറൽ നമ്പർ. അങ്ങനെയാണ് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഒരു എപ്സിലൺ ചൂസ് ചെയ്തിരുന്നു. ആ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഡെൽറ്റ കിട്ടിയിട്ടുണ്ട്. ഈ ഡെൽറ്റ ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ സീക്വൻസ് എക്സൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് corresponding to this delta greater than 0,
we have a natural number h of delta such that absolute value of xn minus xm is less than delta for all m and n greater than or equal to h of delta. So Cauchy സീക്വൻസിൻ്റെ ഡെഫിനിഷനിൽ എപ്സിലൺ എന്നുള്ള സിമ്പൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ഈ ഡെൽറ്റ യൂസ് ചെയ്തു എന്ന് മാത്രം, വേറെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ആദ്യം നമ്മളൊരു എപ്സിലൺ എടുത്തിരുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്കൊരു ഡെൽറ്റ കിട്ടി. ആ ഡെൽറ്റയാണ് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെൽറ്റയുടെ ചോയ്സ്, ഡെൽറ്റ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡെൽറ്റയാണ്. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡൊമെയിനിലുള്ള 2 പോയിൻറ്റ്സ് എടുക്കണം, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അവരുടെ ഇമേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും എന്നാണ്. ഇപ്പം നമുക്ക് കിട്ടി, ഇഫ് എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് ഡെൽറ്റ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് if n and m greater than or equal to h of delta, absolute value of xn minus xm is less than delta എന്ന് നമ്മുടെ കയ്യിലുണ്ട്. സോ xnഉം xmഉം എയിലുള്ള 2 എലമെൻറ്റ്സ് ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയുമാണ്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് xnഉം യുവിൻ്റെ സ്ഥാനത്ത് xmഉം യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് xm ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് xn മൈനസ് എഫ് ഓഫ് xm ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇപ്പം എന്താ കിട്ടിയിരിക്കുന്നതെന്ന് ആലോചിക്കുക. വി ഹാവ് ടേക്കൺ ആൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്കൊരു ഡെൽറ്റ കിട്ടിയത്. ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ എച്ച് ഓഫ് ഡെൽറ്റ കിട്ടിയിരിക്കുന്നത്. സോ എച്ച് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. ദർ എക്സിസ്റ്റ് ആൻ എച്ച് എലമെൻറ്റ് ഓഫ് എൻ. എച്ച് ഓഫ് ഡെൽറ്റ എന്നുള്ളതിനെ ഞാൻ ഇനി എച്ച് എന്ന് എഴുതുന്നുള്ളൂ. സച്ച് ദാറ്റ് വെനെവർ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്, വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എം is less than epsilon, and this means the sequence f of xn is a Cauchy sequence in R. So f of xn satisfy the definition for Cauchy sequence, therefore it is a Cauchy sequence in the set of all real numbers. So എന്താണ് തിയറം പറഞ്ഞതെന്ന് ആലോചിക്കുക. എഫ് ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ Cauchy സീക്വൻസുകളുടെ ഇമേജും Cauchy സീക്വൻസ് ആയിരിക്കും. നൗ നമ്മൾ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പ്രൂഫിൽ നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. സോ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം നമ്മളോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതുവരെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമ്മളെ സഹായിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും കൂടി ആലോചിക്കാം. ഒന്ന്, യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും തിയറങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഡെഫിനിഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നോ അല്ലാന്നോ. പിന്നെ നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പഠിച്ചു. യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം നമ്മളോട് പറയുകയാണ്, എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ മാത്രമേ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം ഉപയോഗിച്ച് നമുക്ക് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളോട് പറഞ്ഞു. ആ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓപ്പൺ ഇൻ്റർവെൽ 0-1 ആണെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം ഉപയോഗിച്ച് നമുക്കിത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറത്തിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ പഠിച്ചു. ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എക്സാമ്പിൾ കണ്ടിരുന്നു. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിലും എല്ലാ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷനും ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആവണം എന്നില്ല.
So there are functions which are uniformly continuous but not Lipschitz. So ലിപ്ഷിറ്റ്സ് ഫങ്ഷൻസിനെ മാത്രമേ, ലിപ്ഷിറ്റ്സ് ആയിട്ടുള്ള ഫങ്ഷൻസിന് മാത്രമേ നമുക്ക് ആ ഒരു തിയറം ഉപയോഗിച്ചിട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത ഫങ്ഷൻസിന് നമുക്ക് ആ തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു തിയറാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. ഈ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ, എ ഫങ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓക്കെ, അപ്പോൾ നോട്ട് നമ്മളിവിടെ ഡൊമെയിനായിട്ട് എടുക്കുന്നത് ഓപ്പൺ ഇൻ്റർവലാണ്. ഒരു ഫങ്ഷൻ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന തിയറാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. സോ എ ഫങ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് n points a and b such that the extended function is continuous on AB. സോ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നമുക്കൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഈ ഫങ്ഷനെ നമുക്ക് ഈ n പോയിൻറ്റ്സ് ആയ എയിലേക്കും ബിയിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ മാത്രമേ ഫങ്ഷൻ തന്നിട്ടുള്ളൂ, എയിലും ബിയിലും ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല. നമ്മൾ എയിലും ബിയിലും ഫങ്ഷൻ്റെ വാല്യൂ ഇന്നതാണ്, ഇതാണ് ഈ ഫങ്ഷൻ്റെ എയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ഡെഫിനിഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പുതിയ ഡെഫിനിഷൻ പ്രകാരം, അതായത് എഫിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ ഡെഫിനിഷൻ പ്രകാരം പുതിയ ഫങ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ മുഴുവനും കണ്ടിന്യൂസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതായത് എഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എയിലേക്കും ബിയിലേക്കും ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയല്ല എങ്കിൽ, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സിലേക്കും ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് പറ്റുമായിരിക്കാം, പക്ഷേ 2 പോയിൻറ്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഫങ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ദിസ് ഇസ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. സോ നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം അസ്യൂം ചെയ്യാണ് എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ സേ ക്യാപിറ്റൽ എഫ് ടു എ ബി. എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ, എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഫങ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ 0-1 തന്നിട്ടുണ്ട്. വി ആർ ഡിഫൈനിങ് അനദർ ഫങ്ഷൻ ക്യാപിറ്റൽ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫിൻ്റെയും സ്മോൾ എഫിൻ്റെയും വാല്യൂസ് ഓപ്പൺ ഇൻ്റർവൽ 0-1 മുഴുവനും സെയിം ആണ്. ഓക്കെ, ആദ്യം നമുക്ക് സ്മോൾ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ടായിരുന്നു, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0-1. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന പുതിയൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഈ ക്യാപിറ്റൽ എഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ ഇൻ്റർവൽ 0-1 മുഴുവനും ക്യാപിറ്റൽ എഫിനും സ്മോൾ എഫിനും ഒരേ വാല്യൂ ആണ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സ്മോൾ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫങ്ഷൻ ഓഫ് എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ ഓഫ് സ്മോൾ എഫ്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എക്സ്റ്റൻഷനെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കും. അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറത്തിൽ പറയുന്ന കാര്യം. ഓക്കെ, സോ ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് സ്മോൾ എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ സ്മോൾ എഫിനുണ്ട്. ദെൻ ഇപ്പോൾ സ്മോൾ എഫ് ആരാണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ. സോ നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. സോ എനി കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ബൈ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ദസ് ക്യാപിറ്റൽ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി.
ഒരു ഫംഗ്ഷൻ ഒരു സെറ്റിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സെറ്റിലും ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലും ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ഈസ് ഓൾസോ യൂണിഫോംലി കണ്ടിന്യൂസ്. ഇനി ക്യാപിറ്റൽ എഫിനെ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് ആരാണ്? ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നതും സ്മോൾ എഫ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. കാരണം ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു. ഓക്കെ, സോ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ക്യാപിറ്റൽ എഫും സ്മോൾ എഫും ഒരേ ഫങ്ഷൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം സ്മോൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. സോ ഒരു പാർട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് സ്മോൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്മോൾ എഫിനെ നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിലേക്കും ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് ദ എക്സ്റ്റെൻഡഡ് ഫങ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. സോ we will show that small f can be continuously extended to the end points a and b. സോ ഞാനിവിടെ എയിലേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അതേപോലെ തന്നെ നമുക്ക് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്കും ഈ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ കാര്യം ഞാനിവിടെ പറയുന്നുള്ളൂ. ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് എങ്ങനെ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വയം എഴുതി നോക്കണം. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് മൈ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നിന്ന് എനിക്ക് എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു. ദെൻ ഈ സപ്പോസ് ദിസ് ഈസ് P1, ഓക്കെ, ഓർ ദിസ് ഈസ് X1. ഈ മിഡ് പോയിൻ്റാണ് X1. ദെൻ എൻ്റെയും X1ൻ്റെയും കൂടി മിഡ് പോയിൻ്റ് എടുത്തു. ദിസ് ഈസ് X2. ദെൻ എയുടെയും X2ൻ്റെയും കൂടി മിഡ് പോയിൻ്റ് എടുത്തു. ദിസ് ഈസ് X3. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇങ്ങനെ മിഡ് പോയിൻറ്റ്സ് ഞാൻ എടുത്തു പോയി കഴിഞ്ഞാൽ ദ സീക്വൻസ് വിൽ കൺവേർജ് ടു എ. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. A+1 നോക്കുക. ഈ A+1 എന്ന് പറയുന്നയാൾ ബിയുടെ പുറത്താണെങ്കിൽ A+1/2 നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു A+1/n+k എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വരും. ദെൻ അവിടെ തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ A+1/nകളും നമ്മൾ കൺസിഡർ ചെയ്യുക. അതും എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരിക്കും. എനിവേ നമുക്ക് നിർബന്ധമില്ല ഏത് സീക്വൻസ് വേണം എന്നുള്ളത്. എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലുള്ള ഏതെങ്കിലും ഒരു സീക്വൻസ് എടുക്കുക. അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആയിട്ടാണ് ഞാനിവിടെ XN എടുത്തിരിക്കുന്നത്. സോ ലെറ്റ് സീക്വൻസ് XN ബി എ സീക്വൻസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ലിമിറ്റ് ഓഫ് XN ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ഒരു സീക്വൻസ് എടുക്കുന്നത് പോസിബിൾ ആണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നേ ഉള്ളൂ. മേ ബി നിങ്ങൾക്ക് മിഡ് പോയിൻ്റ് ആയിരിക്കാം കുറച്ചും കൂടി എളുപ്പമുള്ളത്. ജസ്റ്റ് ഒരു നിങ്ങൾക്കറിയാൻ വേണ്ടി, അങ്ങനെ ഒരു സീക്വൻസ് എടുക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ സീക്വൻസ് XN കൺവെർജസ് ടു എ എന്നാണ് നമ്മൾ പറയുന്നത്. സോ സീക്വൻസ് XN ഈസ് എ കൺവെർജൻറ്റ് സീക്വൻസ്. നമ്മൾ കോഷീസ് ക്രൈറ്റീരിയൻ ഫോർ കൺവെർജൻസ് ഓഫ് എ സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. സോ ഇവിടെ സീക്വൻസ് XN കൺവെർജൻറ്റ് സീക്വൻസ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം അതൊരു കോഷി സീക്വൻസുമാണ്. സോ സീക്വൻസ് XN ഈസ് എ കോഷി സീക്വൻസ്. മാത്രമല്ല നമ്മുടെ അസംഷൻ പ്രകാരം എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ബി. ഓക്കെ, സോ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത തിയറം എന്താ പറയുന്നത്? ഇഫ് എഫ് ഈസ് എ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഇഫ് സീക്വൻസ് XN ഈസ് എ കോഷി സീക്വൻസ്, ദെൻ sequence f of xn is also a Cauchy sequence. So we have sequence f of xn is a Cauchy sequence. വീണ്ടും Cauchy sequence ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണ്. സോ സീക്വൻസ് f of xn എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ f of xnൻ്റെ കൺവെർജൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ആ ലിമിറ്റിനെ നമ്മൾ L എന്ന് വിളിക്കുന്നു. സോ ലെറ്റ് L is equal to limit of f of xn. Okay,
ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ പ്രൂവ് ചെയ്യാൻ പോണേന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്നിന് പകരം ഈ എക്സ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ലിമിറ്റിനെയാണ് ഞാനിപ്പോൾ എല്ലാം എടുത്തിരിക്കണേ. ഇപ്പം ഞാൻ ചൂസ് ചെയ്ത എക്സ് എന്നിന് പകരം എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന വേറെ ഏത് സീക്വൻസ് എടുത്താലും അതിൻ്റെ ഇമേജും ഇതേ എല്ലിലേക്ക് തന്നെയാണ് കൺവെർജ് ചെയ്യുക എന്നാണ് പറയാൻ പോണേ. ശ്രദ്ധിക്കുക, ഇവിടെ സപ്പോസ് സീക്വൻസ് യു എൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലുള്ള എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു സീക്വൻസ് ആണെന്ന് കരുതുക. ഓക്കെ, എയിലേക്ക് തന്നെ കൺവെർജ് ചെയ്യുന്ന വേറെ ഏതോ സീക്വൻസ്. സോ ദിസ് ഇസ് എ. ഇവിടെ നമ്മൾ എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന വേറെ ഏതോ ഒരു സീക്വൻസ് എടുത്തിരിക്കുകയാണ് യു എൻ എന്ന് പറയുന്നത്. എക്സ് എന്നും ഇതുപോലെ തന്നെ ഒരു സീക്വൻസ് ആയിരുന്നു. ദെൻ എക്സ് എന്നും എയിലേക്കാണ് പോകുന്നത്, യു എന്നും എയിലേക്കാണ് പോകുന്നത്. സോ ലിമിറ്റ് ഓഫ് യു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എ മൈനസ് എ ഈക്വൽ ടു 0 നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ യു എൻ മൈനസ് എക്സ് എൻ 0യിലേക്കാണ് പോകുന്നതെങ്കിൽ അവരുടെ ഇമേജുകൾ എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും 0യിലേക്ക് തന്നെ പോകണം. ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റണം. സോ നമുക്ക് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് യു എൻ എന്നുള്ളതിനെ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതുകയാണ്. എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ എന്നെഴുതി. നൗ ഇപ്പം നമ്മൾ പറഞ്ഞു യു എൻ മൈനസ് എക്സ് എൻ 0യിലേക്ക് പോകുന്നത് കൊണ്ട് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും 0യിലേക്ക് പോകണം. സോ ദിസ് ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്. അതുപോലെ എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ലിമിറ്റ് എല്ലാണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതും ഒരു കൺവെർജൻറ്റ് സീക്വൻസ് ആണ്. സോ വി ഹാവ് 2 കൺവെർജൻറ്റ് സീക്വൻസസ് എ എൻ ആൻഡ് ബി എൻ. സോ നമുക്കറിയാം ലിമിറ്റ് ഓഫ് എ എൻ പ്ലസ് ബി എൻ എന്ന് പറയണത് വിൽ ബി സെയിം ആസ് ലിമിറ്റ് ഓഫ് എ എൻ പ്ലസ് ലിമിറ്റ് ഓഫ് ബി എൻ എന്ന് നമുക്കറിയാം. കൺവെർജൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളാണ് എ എന്നും ബി എന്നും എങ്കിൽ. സോ നമുക്കിതിനെ ഇപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഴുതാൻ പറ്റും. അതിൽ ആദ്യത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 രണ്ടാമത്തെ ലിമിറ്റ് എല്ലാണ്. സോ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താ? എഫ് ഓഫ് യു എന്നിൻ്റെ ലിമിറ്റും എൽ തന്നെയാണ്, എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ലിമിറ്റും എൽ തന്നെയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഏത് സീക്വൻസും നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് എടുത്താലും അതിൻ്റെയൊക്കെ ഇമേജുകൾ കൺവെർജ് ചെയ്യാൻ പോകുന്നത് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്കിതാണ് കിട്ടുന്നത്. യു എൻ എയോടടുത്ത് വരുമ്പോൾ എഫ് ഓഫ് യു എൻ എല്ലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ നമുക്ക് എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ, എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഒരാളുണ്ടെന്ന് കരുതുക, അതിനെ ഞാൻ ക്യാപിറ്റൽ എഫ് എന്ന് വിളിച്ചു എന്ന് കരുതുക. അപ്പോൾ യു എൻ എയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് യു എൻ എഫ് ഓഫ് എയിലേക്കാണ് പോകേണ്ടത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോൾ. ഇപ്പോൾ എഫ് ഓഫ് യു എൻ പോകുന്നത് എല്ലിലേക്കാണ്. സോ വി ആർ ഡിഫൈനിങ് എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് അങ്ങോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇപ്പം എന്തായി? വെനെവർ യു എൻ കൺവെർജസ് ടു എ, എഫ് ഓഫ് യു എൻ കൺവെർജസ് ടു എഫ് ഓഫ് എ, എഫ് ഓഫ് യു എൻ കൺവെർജസ് ടു എൽ. ആ എല്ലാണ് ഇപ്പം നമ്മുടെ എഫ് ഓഫ് എ. സോ ഇപ്പോൾ നമ്മുടെ എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ബിക്കോസ് അത് സീക്വൻഷ്യൽ ഡെഫിനിഷൻ ഫോർ കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വെനെവർ യു എൻ കൺവെർജസ് ടു എ, എഫ് ഓഫ് യു എൻ കൺവെർജസ് ടു എഫ് ഓഫ് എ ആവുന്നുണ്ട്. സോ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്. ദിസ് ഇസ് ദ പോയിന്റ് ബി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ബിയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എടുക്കുക, സേ സീക്വൻസ് വൈ എൻ. ഓക്കെ, ദെൻ അതൊരു കോഷി സീക്വൻസ് ആയിരിക്കും. അത് കോഷി സീക്വൻസ് ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എന്ന് പറയുന്നതും കോഷി സീക്വൻസ് ആയിരിക്കും. സോ അത് കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് വൈ എന്നിൻ്റെ ലിമിറ്റ് എൽ ഡാഷ് ആണെന്ന് കരുതുക.
ദെൻ ഇപ്പം നമ്മൾ ചെയ്ത പോലെ ബിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വേറെ ഏത് സീക്വൻസ് എടുത്താലും അവരുടെ ഇമേജുകളും എൽ ഡാഷിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് കാണിക്കുക. ദെൻ വി ക്യാൻ ഡിഫൈൻ എഫ് ഓഫ് ബി ഈക്വൽ ടു എൽ ഡാഷ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ബി എന്നും നമുക്ക് കിട്ടും. വിത്ത് ദ ന്യൂ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ബി എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ കെയർഫുള്ളായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് തനിയെ നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും, കംപ്ലീറ്റ് പ്രൂഫ് തെറ്റാതെ എഴുതാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് 1/x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി നോ ദാറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആസ് എക്സ് ടെൻസ് ടു 0 നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ദിസ് വിൽ ബി ഓഫ് ദ ഫോം സൈൻ ഓഫ് ഇൻഫിനിറ്റി ഫോമിൽ വരും ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എക്സ് ടെൻസ് ടു 0, അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഓഫ് 1/x ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ സൈൻ ഓഫ് 1/x എന്ന് പറയുന്ന ഫംഗ്ഷനെ 0യിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പ്രകാരം പറയാം, ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0 ക്ലോസ്ഡ് ബി ഫോർ എനി ബി ഗ്രേറ്റർ ദാൻ 0. കാരണം ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സേ എക്സ് സൈൻ 1/x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുക്കുന്നതെന്ന് കരുതുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സൈൻ 1/x ഇത് എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 1/x എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. സൈൻ 1/x എന്ത് തന്നെ ആയാലും അതിനെ നമ്മൾ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -1നും 1നും ഇടയിലായിരിക്കും. സോ സൈൻ ഓഫ് 1/x എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ക്വാണ്ടിറ്റിയാണ്. കൂടെ എക്സ് 0യിലേക്ക് പോകുന്നു. സോ 0 ടൈംസ് എ ബൗണ്ടഡ് ക്വാണ്ടിറ്റി. കൃത്യമായിട്ട് ഇന്നയാളാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. സോ ദിസ് ലിമിറ്റ് ഇസ് 0. സോ ഇഫ് ഐ ഡിഫൈൻ g of x is equal to x sin 1/x when x is greater than 0 and 0 if x is equal to 0 എന്ന് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 0യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബിക്കോസ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. സോ g of x ഈക്വൽ ടു എക്സ് സൈൻ 1/x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഓപ്പൺ ഇൻ്റർവൽ 0 ക്ലോസ്ഡ് ബി, ഓപ്പൺ 0 ക്ലോസ്ഡ് ബിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0യിലേക്ക് നമുക്ക് ഈ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓപ്പൺ 0 ക്ലോസ്ഡ് ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ഡൊമെയിൻ ഓപ്പൺ ഇൻ്റർവൽ ആണെങ്കിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം ഉപയോഗിക്കാം. ഒറ്റ കാര്യം ചെക്ക് ചെയ്യണ്ടു. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ് നമ്മുടെ ഡൊമെയിൻ എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എയിലേക്ക് ഫംഗ്ഷനെ കൊണ്ടുപോകാൻ പറ്റും. ഇത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഇതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബിയിലേക്കും ഫംഗ്ഷനെ കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് കിട്ടുന്നത്. സോ ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതല്ല, ഇതിലേതെങ്കിലും ഒരു ലിമിറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി.